വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ, യുണൈറ്റഡ് ടു സ്പേഴ്സ് ടു. നമുക്കൊരു യുണീക്ക് റെക്കോർഡുള്ള കാര്യം അറിയാമല്ലോ. ഓൾഡ് ട്രാഫോർഡിൽ കഴിഞ്ഞ 300 മത്സരങ്ങൾക്കധികമായിട്ട് നമ്മൾ ഫസ്റ്റ് ഹാഫിലൊരു മത്സരം ലീഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആ മത്സരത്തിൽ നമ്മൾ തോറ്റിട്ടില്ല. നമ്മൾ ആ മത്സരങ്ങൾ അധികം വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മത്സരങ്ങൾ ഡ്രോ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു യുണീക്ക് റെക്കോർഡ് ഇന്നലെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമെന്നുള്ളൊരു പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ എന്തായാലും അത് സംഭവിച്ചില്ല. അതല്ലെങ്കിൽ ടെൻ ഹാഗ് വീണ്ടും ഒരു നെഗറ്റീവ് റെക്കോർഡ് ബ്രേക്ക് ചെയ്തതിന് മത്സരത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സെയിം ഓൾഡ് ഷിറ്റ് തന്നെയാണ്. പക്ഷെ ചില നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില സമയത്ത് നമ്മൾ കൗണ്ടർ അറ്റാക്കിങ്ങിന് നല്ല ത്രെറ്റാണെന്ന് തോന്നി. അതുപോലെ തന്നെ ഹോയിലൻഡ് അടിച്ച ഗോള് ഒന്നും പറയാനില്ല, ഒരു കിണ്ണം കാച്ചി ഗോളായിരുന്നു. ഇടിവെട്ട് ഇടിമിന്നൽ എന്നൊക്കെ പറയാം, അത്രയും പവറിലാണ് അദ്ദേഹം അത് അടിച്ചത്. ഇപ്പോൾ എന്തായാലും 2 goals in 2 games ഫോർ ഹോയിലൻഡ്. ആ ഒരു എന്താ പറയുക, ആ ഒരു മെൻ്റൽ ബ്ലോക്ക് അങ്ങ് മാറി കിട്ടി. ഇപ്പോൾ എന്തായാലും ഹോയിലൻഡിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ഗോളുകളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ലീഡ് എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ പ്രിസർവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യ ഓസ്ട്രേലിയ ഏഷ്യ കപ്പ് മത്സരം കാണുമായിരുന്നു. ആ ഫസ്റ്റ് ഹാഫിൽ ഇന്ത്യയുടെ പെർഫോമൻസ് എത്ര നന്നായിട്ടാണ് ഇന്ത്യ ഡിഫെൻഡ് ചെയ്തത്. ആ പരിപാടി നമ്മൾ ഇവിടെ യുണൈറ്റഡ് ചെയ്ത് കണ്ടിട്ട് എത്ര കാലമായി. വിരലിലെണ്ണാവുന്ന കളികളിൽ മാത്രമാണ് നമ്മൾ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലിവർപൂളായിട്ടുള്ള മത്സരത്തിൽ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു. പക്ഷെ നമ്മൾ ഈ ബേസിക്കായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഫണ്ടമെൻ്റൽസ് ഓഫ് ഫുട്ബോൾ, സെറ്റ് പീസ് ഡിഫെൻഡ് ചെയ്യുന്ന കാര്യം, അതുപോലെ തന്നെ സെറ്റ് പീസ് അറ്റാക്ക് ചെയ്യുന്ന കാര്യം, നമ്മൾ എത്ര വർഷമായി നമ്മൾ സെറ്റ് പീസിൽ ശരിക്കും പറഞ്ഞാൽ റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറവ് സെറ്റ് പീസിൽ നിന്ന് ഗോൾ അടിക്കുന്ന ടീമെന്ന് പറയുന്നത് നമ്മളാണ്. അതുപോലെ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന ടീമുകൾ മാൻ സിറ്റി, ലിവർപൂൾ, ഇവരുടെയൊക്കെ റെക്കോർഡ് എടുത്ത് നോക്കുക, അവർ ഒത്തിരി ടോപ്പിലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിൽ അറ്റാക്ക് ചെയ്യാനും അറിയില്ല, ഡിഫെൻഡ് ചെയ്യാനും അറിയില്ല. സെറ്റ് പീസിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഗ്രൗണ്ടിൽ, ട്രെയിനിങ് ഗ്രൗണ്ടിൽ ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് അറിയാൻ പാടില്ലാത്ത. അപ്പോൾ അത്രയും പരമശോകമാണ്. ഇപ്പോൾ ഇന്നലെ 2 തവണ, ആദ്യത്തെ തവണ റിച്ചാർഡ്സൺ ഗോൾ അടിച്ചു, അതുപോലെ തന്നെ റൊമേറോയ്ക്ക് ഒരു ക്ലീൻ ചാൻസ് കിട്ടിയതാണ്. അത് ഈ പറയുന്ന പോലെ ബാർമ കൊണ്ടുപോയി. എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഭയങ്കര സ്ലോ ആണ്. എന്താണ് ഇവരുടെ ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ ഫിസിക്കാലിറ്റി ഇല്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ റിച്ചാർഡ്സൺ അടിച്ച സമയത്ത് നമ്മുടെ പ്ലേയേഴ്സൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിൽപ്പുണ്ട്. പക്ഷേ ആർക്കും തന്നെ ഈ പറയുന്ന പോലെ റിച്ചാർഡ്സണൊപ്പം ചാടി പിടിക്കാൻ പറ്റുന്നില്ല. ആകെ ഇതിനൊക്കെ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞാൽ കസമീറോയാണ്. പക്ഷേ അദ്ദേഹമാണെങ്കിൽ ബെഞ്ചിലുമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താണെന്നറിയില്ല. ഈ ഒരു കാര്യം എത്ര കാലമായിട്ട് പറയുന്ന കാര്യമാണ്, ആ ഒരു സെറ്റ് പീസ് ഡിഫെൻഡിങ്ങിൽ മെച്ചപ്പെടണം എന്നുള്ള കാര്യം. പക്ഷേ യാതൊരു രീതിയിലും നമ്മൾ അവിടെ ഇമ്പ്രൂവ് ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഈവൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഡോഗി വേഴ്സസ് ഗാർനാച്ചോ ഈവൻറ്റിനെ കുറിച്ചിട്ടാണ്. ഉഡോഗി ഗാർനാച്ചോനെ ബോക്സിൽ ഇങ്ങനെ പിടിച്ചു വെച്ചു, അതിന് പെനാൽറ്റി കൊടുത്തില്ല. ഇപ്പോൾ ഇതേ സംഭവം തന്നെയാണ് നമ്മൾ റോഡ്രി, അല്ലെങ്കിൽ ഇത്രയൊന്നുമില്ല, റോഡ്രിനെ ശരിക്കും പറഞ്ഞാൽ ഹോയിലൻഡ് പിടിച്ച് വലിച്ചു എന്നും പറഞ്ഞിട്ടാണ് അന്ന് മാൻ സിറ്റിക്ക് മാഞ്ചസ്റ്റർ ഡെർബിയിൽ പെനാൽറ്റി കൊടുത്തത്. ആ ഒരു കാര്യം കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും ഒരു ഹാർഷായിട്ടുള്ള കാര്യമാണ് ഉഡോഗി ചെയ്തത്. എന്നിട്ട് നമുക്കതിന് പെനാൽറ്റി കിട്ടിയില്ല. അതിനുശേഷം പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ റാഷ്ഫോർഡ് വഴി ലീഡ് എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് അത്രയും നേരം പഴമാണെന്ന് വിചാരിച്ചിരുന്ന വെർണറാണ് നല്ലൊരു അസിസ്റ്റ് ഈ പറയുന്ന പോലെ ബെൻഡോങ്കറിന് വെച്ച് കൊടുത്തു. അങ്ങനെ ബെൻഡോങ്കർ ഗോളടിച്ചു, 2-2 പിന്നെ ഈ പറയുന്ന പോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബിൽഡപ്പും അവരുടെ ബിൽഡപ്പും തമ്മിൽ കമ്പയർ ചെയ്താൽ മതി. അവരുടെ ബിൽഡപ്പ് എന്ന് വെച്ചാൽ ക്രിസ്പ് പാസിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മളാണെങ്കിൽ എന്ത് സ്ലോ ആണ് നമ്മുടെ ബിൽഡപ്പ്. പലപ്പോഴും നമ്മുടെ ബിൽഡപ്പിൽ നമുക്ക് പണിയുണ്ടാക്കി തരാറുണ്ട്. ബോൺമൗത്തൊക്കെ ആയിട്ടുള്ള മത്സരത്തിൽ പ്രത്യേകിച്ച് അത് കണ്ടാലും മതിയല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇമ്പ്രൂവ് ആവേണ്ടത്. എന്തുകൊണ്ട് ഇത് ഇമ്പ്രൂവ് ആവുന്നില്ല? ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒത്തിരി ഫസ്റ്റ് ടീം താരങ്ങളൊക്കെ ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. പലരുടെയും ഇഞ്ചുറി മാറി വരുന്നുണ്ട്. ഇപ്പോൾ ലൂക്ക് ഷോ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഫിറ്റ് അല്ലാത്തേ ഉള്ളൂ. ബാക്കിയുള്ള ഒരുമാതിരിപ്പെട്ട താരങ്ങളൊക്കെ അധികം തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ് സംഭവിച്ചില്ലെങ്കിൽ എനിക്കറിയില്ല ഈ കോച്ചിങ് സ്റ്റാഫും കാര്യങ്ങളും ഒരു മാനേജറൊക്കെ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.